ഗതാഗതക്കുരുക്കിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിൽ എവിടെയും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ചുരം റോഡിൽ കൂട്ടം കൂടാനും അനുവദിക്കില്ല. ഇന്നു മുതൽ ഈ മാസം 28 വരെയാണ് നിയന്ത്രണം. ഗതാഗതം സുഗമമാക്കാൻ ചുരത്തിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചു. ശരത് SS ചേരുന്നു. ശരത്ത്, ഓണ ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഗതാഗത നിയന്ത്രണം ഏത് തരത്തിലും കുറയ്ക്കണം എന്നുള്ളൊരു പദ്ധതിയാണ്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? റോഷ്നി, അതായത് അവധിയായതിനു പിന്നാലെ ഇപ്പോൾ താമരശ്ശേരി ചുരമടക്കം വയനാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ്. വയനാട്, കർണാടക അടക്കമുള്ള വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് ആളുകൾ കൂടുതലും ചുരം വഴി കടന്നു പോകുന്നത്. അങ്ങനെ ഈ മാർഗമുള്ള വാഹനങ്ങളുടെ എണ്ണം പെരുപ്പത്തിൽ പിന്നീട് ഗതാഗതക്കുരുക്കം രൂക്ഷമാവുകയാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് രൂപപ്പെട്ട ഗതാഗതക്കുരുക്ക് ഇന്ന് രാവിലെയും തുടർന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ മണിക്കൂറുകൾ ആളുകൾ ഇത്തരത്തിൽ വാഹന ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നു. മാത്രമല്ല, ആംബുലൻസ് ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽ പ്രതിസന്ധിയിലായി. അങ്ങനെ മണിക്കൂറുകൾ ആംബുലൻസുകൾ പോലും ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രാഫിക് പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നിലവിൽ ഇപ്പോൾ ചുരത്തിൽ വാഹനങ്ങൾക്ക് നിർത്തിയിട്ട്, അതായത് പാർക്കിംഗ് അനുവദിക്കില്ല എന്നുള്ളതാണ് ട്രാഫിക് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഇവിടെ റോഡിൽ കൂട്ടം കൂടി നിൽക്കാനും അനുവാദമില്ല. വാഹനങ്ങൾ നിര തെറ്റിച്ച് മറികടന്നു പോകുന്നതും അത് പിന്നീട് ഗതാഗത കുരുക്കുണ്ടാക്കുകയാണെങ്കിൽ അത്തരം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ട്രാഫിക് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ചുരം ഭാഗത്ത് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാസം 28-ാം തീയതി വരെയാണ് നിയന്ത്രണം കർശനമാക്കിയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ അവിടെ നേരത്തെ തന്നെ വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുതലാണ്. ആ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ഇതുവഴി പോകുന്നു എന്നുള്ള പ്രതിസന്ധിയുണ്ട്. മാത്രമല്ല, നേരത്തെ ആരംഭിച്ച നവീകരണ പ്രവർത്തനം അതും ഈ വാഹനങ്ങൾ എളുപ്പം കടന്നു പോകുന്നതിന് പ്രതിസന്ധിയാവുന്നുണ്ട്. ചുരത്തിലെ ചിലയിടങ്ങളിലുള്ള ചെറിയ ഗർത്തങ്ങൾ, അതായത് റോഡിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് ചുരം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ പ്രധാന കാരണം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് എന്തായാലും ഇപ്പോൾ ട്രാഫിക് പോലീസ് നിയന്ത്രണം കർശനമാക്കിയിരിക്കുകയും ചെയ്യുന്നത്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്.